ഹലോ കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ചാറാണ്. വെളുത്തുള്ളി, സ്ട്രോബെറി, ഈന്തപ്പഴം എന്നിവ ചേർത്ത് ഉള്ളൊരു സ്പെഷ്യൽ മിക്സ്ഡ് അച്ചാറാണ്. ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിനായിട്ടുള്ള സാധനങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി അതിൻ്റെ തൊണ്ടൊക്കെ തൊണ്ടെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ സ്ട്രോബെറി, പിന്നെ ഈന്തപ്പഴം അതിൻ്റെ കുരുക്ക കളഞ്ഞ് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ പാം ഓയിൽ, വെളിച്ചെണ്ണ ഒരിക്കലും അച്ചാറുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യരുത്, കാരണം കാറൽ വരും. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പാം ഓയിലാണ്. അപ്പോൾ എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് വാടി അങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴവും സ്ട്രോബെറിയും അതിലേക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. അത് നല്ല രീതിയിൽ വഴറ്റി അങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അത് വഴറ്റി റെഡിയായിട്ട് വരുമ്പോഴേക്കും അതിലേക്കുള്ള മസാലപ്പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് അധികമൊന്നും വേണ്ട. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉലുവയുടെ പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർക്കുക. ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറണവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റി നല്ല മൂത്തങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ചൂടുവെള്ളം നല്ല തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അച്ചാർ പിന്നെ റെഡിയാവുക. അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി അതൊന്ന് കുറുകിയൊക്കെ അങ്ങോട്ട് വരണേ. അങ്ങോട്ട് കുറുകി വരുമ്പോഴേക്കും അതിൽ ഉപ്പെല്ലാം ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ വിനാഗിരി ഒഴിക്കാം, അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 നാരങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങയാണ്, അത് പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നാരങ്ങ നീരും കൂടി ഒഴിച്ച് അതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്നും കൂടി അത് വഴറ്റി അങ്ങോട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് പച്ചപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിലൊന്നും കൂടി വഴറ്റിയെടുത്ത് കുറച്ച് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലെ പുളിയും മധുരവും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. ഇനി നന്നായി വരട്ടിയെടുത്താലേ നമ്മുടെ സ്പെഷ്യൽ അച്ചാർ ഇവിടെ റെഡിയാവും. ഇപ്പോൾ ചൂടാറിയ ശേഷം മാത്രമേ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റി സൂക്ഷിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ആവി വെള്ളമൊക്കെ വീണേ അച്ചാർ വേഗത്തിൽ തന്നെ കേടായി പോകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.